ഡോക്സിങ്ങും ഇതൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ പടവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഇവനാണ് അയാളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പണിയൊക്കെ കുറേ പേര് ഒപ്പിച്ചിട്ടുണ്ട്. കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ലൈസൻസ് അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഷെഡിലായിരുന്നു, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ടയർ ഊരിക്കൊണ്ടുപോയി നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഉമ്മയുടെ അടുത്തൊക്കെ പണ്ടും പോയപ്പോൾ പറഞ്ഞത്, എന്നാലും നീ എന്തോരം പേഷ്യൻസ് ഉണ്ടായിരുന്നു, എന്തിനാ അത് നിർത്തിയത്, ഇങ്ങനെയാണ് ഇപ്പോഴും ചോദിക്കാറ്. അക്യുപങ്ക്ചർ, പിന്നെ എന്താണ് റേക്കി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. എല്ലാം തരികിട സംഗതികളാണ്. ഈ പറയുന്ന സ്യൂഡോ സയൻസിൽ അതിൻ്റെ അങ്ങേ അറ്റമാണ് ഇതൊക്കെ. സാർ ഫസ്റ്റ് തന്നെ ഇപ്പം എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാർ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു ഫീൽഡാണ് ഈ ഹോമിയോപ്പതി ഇങ്ങനെ ഉള്ളത്. പക്ഷെ അതിൽ നിന്നും എഗെയിൻസ്റ്റ് പോകണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു അങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ഒരു ലൈക്ക് ഗട്ട്സി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾ കുറേ ഹർഡിൽസ് ഫേസ് ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിൽ. അതെങ്ങനെയാണ് സാർ ഫേസ് ചെയ്തത്? എന്തൊക്കെ പ്രോബ്ലംസ് സാറിന് ഫേസ് ചെയ്യേണ്ടാവുന്നത്? ഹോമിയോപ്പതി വിട്ടു എന്നതിൻ്റെ പേരിൽ പ്രധാനമായിട്ടും ഇത് ലൈവ്ലിഹുഡിനെയാണ് ഇത് ബാധിക്കുന്നത്. നമ്മുടെ ജോലി ഇത് പറഞ്ഞാൽ സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഈ ഡിഗ്രി വേറെ ഒന്നിനും എടുക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഒരു എൻജിനീയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പണിയെടുക്കാം. നിങ്ങൾക്ക് ബാങ്കിൽ വരെ പണി കിട്ടും അല്ലേ, അല്ലെങ്കിൽ വേറെ ഏത് വേണമെങ്കിലും പോവാം. പക്ഷേ BHMS അല്ലെങ്കിൽ ഈ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ പറ്റുന്ന പോലെ വേറെ പണികളൊക്കെ കാണുമായിരിക്കും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഇത് പലയിടത്തും ഇത് എടുക്കാത്തൊരു വിഷയമുണ്ട്. നമ്മൾക്ക് താല്പര്യമുള്ളൊരു മേഖലയിലേക്ക് കയറാൻ ഇത് പലപ്പോഴും തടസ്സമായിരുന്നു. അപ്പോൾ ഇത് ലൈവ്ലിഹുഡിനെയാണ് ഇത് ബാധിച്ചത്. എന്നാൽ ഇത് രൂക്ഷമാക്കിയത് നമ്മളുടെ ഈ സ്വിച്ചിങ് നടന്നത് ഈ കോവിഡിൻ്റെ ടൈമിലായിരുന്നു. കോവിഡിന് തൊട്ട് മുന്നെയാണ് ഈ സ്വിച്ചിങ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടന്നത്. അപ്പോൾ ഇത് കോയിൻസൈഡ് ചെയ്തപ്പോൾ അത് വല്ലാതെ ബാധിച്ചത്. അല്ലെങ്കിൽ അത് അത്ര വലിയ ബാധ ഉണ്ടാകുന്നൊരു സംഭവം അല്ലായിരുന്നു. പിന്നെ എന്നെ കൂടുതൽ ബാധിക്കാനുള്ളൊരു കാരണം ഇത് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. സ്വിച്ച് ചെയ്ത ഒരുപാട് ആളുകൾ, ഇപ്പോൾ എൻ്റെയൊക്കെ ബാച്ച്മേറ്റ്സ് തന്നെ പല ആളുകളും വേറെ ഫീൽഡിൽ ഇൻഷുറൻസിലും അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നടക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു മോഡിലേക്ക് പോകും. ഒരു സൈബർ ലിഞ്ചിങ്ങും അതുപോലെയുള്ള ഡോക്സിങ്ങും ഇതൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ പടവും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് ഇവനാണ് അയാളാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പണിയൊക്കെ കുറേ പേര് ഒപ്പിച്ചിട്ടുണ്ട്. കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷം അവർ നമ്മളുടെ ലൈസൻസ് അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഇതുകൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ലാത്തതുകൊണ്ട് ഓൾറെഡി ഷെഡിലായിരുന്നു, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ടയർ ഊരിക്കൊണ്ടുപോയി നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായി. ഒരു വർഷം അവർ ടയറും കൊണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല പണിയും അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിലെ ഭീഷണി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറേ ഒതുങ്ങി എന്ന് പറയാം. എന്നാലും ചില കേസുകളൊക്കെ അവർ കംപ്ലയിൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചില സാധനങ്ങളുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പം നിലവിലുള്ളത് ഹോമിയോ അല്ല, ആയുർവേദം ക്രിറ്റിസിസം നടത്തിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ സാർ ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്റ്റാൻഡ് എടുക്കുക, അങ്ങനത്തെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സാറിന് ആരാണ് സാറിന് സപ്പോർട്ട് ചെയ്യുന്നത്? ഫാമിലി ആണോ, ഫ്രണ്ട്സ് ആണോ? അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു ഫീൽഡ് വരുന്ന സമയത്ത് മെഡിക്കലി ഉള്ള ഫീൽഡിലുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഒരു പവർഫുൾ പൊസിഷനിലുള്ള ആൾക്കാരായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളും സാറിന്? നിങ്ങൾ ഉദ്ദേശിച്ചത് IMA സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നായിരിക്കും. മരുന്ന് മാഫിയയുടെ ഒരു സപ്പോർട്ടും ഇല്ല. ഓക്കെ, പക്ഷെ സപ്പോർട്ട് ചെയ്തതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സപ്പോർട്ടില്ല. ഇപ്പോഴും ഉമ്മയുടെ അടുത്തൊക്കെ പണ്ടും പോയപ്പോൾ പറഞ്ഞത്, എന്നാലും നീ എന്തോരം പേഷ്യൻസ് ഉണ്ടായിരുന്നു, എന്തിനാ അത് നിർത്തിയത്, ഇങ്ങനെയാണ് ഇപ്പോഴും ചോദിക്കാറ്. ഓക്കെ, കാരണം അവർക്ക് അറിയാം നമ്മളെ ക്ലിനിക്ക് വീടിനോട് ചേർന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും അവർ കാണുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോഴും അതാ ചോദിക്കണേ. എന്നാലും അപ്പം നമ്മളവർ പറയും, ഞാൻ എന്തുകൊണ്ട് ഹോമിയോപ്പതി ഉപേക്ഷിച്ചു എന്ന ടൈറ്റിലിൽ തന്നെ 2-3 വീഡിയോ ഉണ്ട്, അപ്പോൾ അത് പോയി കണ്ടാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ 2 മണിക്കൂർ ഇരുന്ന് പറഞ്ഞ കാര്യം ഒറ്റവാക്കി പറയാനാണെങ്കിൽ അശാസ്ത്രീയമാണ്, അത്രയേ ഉള്ളൂ ഉത്തരം. എന്തുകൊണ്ട്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ അശാസ്ത്രീയമാണ് നമ്മൾ പറയുന്നതെന്നുള്ളതാണല്ലോ വിഷയം. അത് ഈ 4 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ 2-3 ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പോയി കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതവിടെ ഉണ്ട്. സപ്പോർട്ട് ചെയ്ത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമാന ചിന്താഗതിയുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അവരിലൂടെയാണ് നമ്മൾ സർവൈവ് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള കഴിവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു, അങ്ങനെയാണ് ഞാൻ ഈ തൊഴിലിലേക്ക് എത്തുന്നത്. ഇപ്പം ഉള്ള തൊഴിലിലേക്ക് വരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹോബി നമുക്കിപ്പോൾ ഒരു ജോലിയായി എന്നുള്ള രീതിയിലാണ്. മീൻസ് നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യാണ്. കാരണം നമ്മളിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആരും പേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ എന്ന്. പക്ഷേ ഇന്നിപ്പോൾ അത് തന്നെ ഒരു ഒഫീഷ്യലി നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്കതൊരു ജോലിയായിട്ട് തോന്നാറില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
സർ പ്രാക്ടീസ് ഒരുപാട് പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സർ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ ഈ പ്രാക്ടീസ് സ്റ്റോപ്പ് ചെയ്യാണ് അങ്ങനെ അന്ന് ഇൻഫോം ചെയ്യുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോരല്ല ചെയ്തത്, ഞാൻ മുങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, കാരണം നമ്മൾ അൺഅവൈലബിൾ ആവാൻ തുടങ്ങി പതുക്കെ. എപ്പോൾ വിളിച്ചാലും നമ്മൾ കിട്ടില്ല, ഉണ്ടാവില്ല, ലീവ് അങ്ങനെ വന്ന് പിന്നെ ഞാൻ സ്ഥലം വിട്ടു. ബാംഗ്ലൂരായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തോളം. അങ്ങനെ സത്യം പറഞ്ഞാൽ മുങ്ങൽ. അപ്പോൾ അവരോട് പറയുന്നത് നമ്മൾ വേറെ ജോലിക്ക് പോയി, മീൻസ് വേറെ പഠിക്കാൻ പോയി എന്നൊക്കെ ഉള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ നമ്മളുടെ ഈ അന്വേഷണം എങ്ങാനും രക്ഷപ്പെട്ടാലോ ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ള അന്വേഷണമായിട്ട് പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, അപ്പോൾ അവിടെ നമ്മളൊരു പ്രൊഫസറുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് ചേർന്ന് കുറേ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ അത് മാത്രമല്ല, കുറേ മുന്നേ തന്നെ ഈ ഒരു കംപ്ലീറ്റ് 100% ഹോമിയോ എന്നൊക്കെ ഉള്ളത് നേരത്തെ വിട്ടിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ന്യൂട്രീഷനും ഒക്കെ ആയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോമിയോപ്പതി അങ്ങനെ ഒരു പ്യുവർ ഇതായിട്ട് ചെയ്തിരുന്നത് പതുക്കെ കുറച്ചുകൊണ്ട് വന്ന് പിന്നെ ഒരു ദിവസം നമ്മൾ നാട് അങ്ങ് വിട്ട് അങ്ങനെയാണിത് കട്ട് ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകളോട് പറയേണ്ട ഒരു സംഗതിയൊന്നും വന്നിട്ടില്ല. പിന്നെ അവരിപ്പോൾ കാണുന്നുണ്ടാവും, പല ആളുകളും വിളിക്കാറുണ്ട്, ചില ആളുകളൊക്കെ വിളിക്കും, പഴയ പേഷ്യൻസ്. എന്നിട്ട് അവർ ചോദിക്കും, കാണാറുണ്ടെന്നൊക്കെ പറയും. പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും സാർ ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് സാറിൻ്റെ ടൈമും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതായിരുന്നു സാറിൻ്റെ പഠനത്തിനും ബാക്കി പ്രാക്ടീസിനും. അപ്പോൾ അതൊന്നൊന്ന് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് സാറിന് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇതെന്തായിരുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ ഒരു സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ഒരു സങ്ക് കോസ്റ്റ് നമ്മൾ പറയും. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകാത്തതിൻ്റെ ഒരു വിഷയമുണ്ട്. ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നിന്നില്ലേ ഇനിയിപ്പോൾ അത് വിടുന്നത് ശരിയാണ്, ഈ ഒരു ചിന്തയിലാണ് ആളുകൾ പല കാര്യങ്ങളും ഇങ്ങനെ തോളത്ത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇതിലെ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം, എന്നാൽ കൂടുതലുള്ള ആളുകൾക്ക് അത് പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പം നമ്മളിത് വിടുമ്പോഴും നമ്മളുടെ പാരൻസ് പറയുന്നത്, എന്നാലും നീ ഇത്ര നാൾ ഇരുന്നല്ലേ, ഇത്രയും പഠിച്ചല്ലേ, എന്നിട്ട് ഇതാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഈ സങ്ക് കോസ്റ്റ് നമ്മൾ ഓവർകം ചെയ്തു, ആ ഒരു ഫാലസിയിൽ നമ്മൾ പെട്ടിട്ടില്ല, നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടന്ന ആളാണ്. പക്ഷേ ഇവർ നമ്മളെ പിടിച്ചിടാനാണ് നോക്കുന്നത് ഇതിനകത്തേക്ക്. എല്ലാ വിഷയത്തിലും ഇതുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണിത്. നമ്മളൊരു കാര്യം കുറേ നാൾ ചെയ്തില്ലേ, ഇപ്പോൾ നമ്മൾ ഈ ഫൈനാൻഷ്യൽ ഇതിലൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു വിഷയമാണ്, ഇത്രയും കാലം ഹോൾഡ് ചെയ്തില്ലേ, കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് ചിലപ്പോൾ തകർന്ന് തരിപ്പണമായ സാധനമായിരിക്കും, പിന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് ചെയ്താൽ പൈസ കിട്ടും, ഉള്ളതെങ്കിലും കിട്ടും, പക്ഷേ ഇത് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പറയാറുള്ള പോലെ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. ഈ സങ്ക് കോസ്റ്റിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ്. അത് എന്തോ നമ്മളുടെ അങ്ങനെ യു ടേൺ എടുക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഷാർപ്പ് ടേൺസ് എടുത്തെടുത്ത് ഇതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇത് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, ഇത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളത്, ഇത് പറ്റില്ലെങ്കിൽ അടുത്തത് എന്നുള്ള രീതിയിൽ, അതുകൊണ്ട് അങ്ങനെ പോയതാണ്. പ്രശ്നം ഉണ്ടായത് എനിക്കല്ല, കൂടുതലുള്ള ആളുകൾക്കാണ്, അതാണ് ഉണ്ടായത്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ സാർ ഇപ്പോൾ ഹോമിയോപ്പതിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തപ്പോൾ വേറെ ഹെൽത്ത് കെയർ ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ട്രൈ ചെയ്തത് ഹോമിയോപ്പതിയുടെ അകത്ത് തന്നെ നിൽക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാനിമാൻ പോലും അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഓർഗൻ ഓഫ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സംഗതി അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം പിടികിട്ടും, ഈ വിഷയത്തിൽ ഹാനിമാൻ വരെ ഒരു തോൽവിയായിരുന്നു എന്നുള്ളത്. കാരണം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കും തോന്നിയിട്ടുണ്ട് ഇത് അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല. അത് കാരണം ഈ ഓർഗനുള്ള ലാസ്റ്റൊക്കെ വരുമ്പോൾ പുള്ളി കുറേ അതർ മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതായത് അല്ലെങ്കിൽ ഇത് ഉടായ്പാണ്, അതിന് ഉടായ്പ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നിങ്ങൾ എന്നിട്ടും അസുഖം മാറിയില്ലെങ്കിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ, അതിലൊന്ന് ഈ ആനിമൽ മാഗ്നറ്റിസം, മെസ്മറിസം, പിന്നെ മെഡിസിനൽ ബാത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഉടായ്പ സംഭവങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഈ ബുക്ക് ഓർഗനോളം വായിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ബിൽഡപ്പുള്ള സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. ഭയങ്കര ലാംഗ്വേജും ഇതൊക്കെ എഴുതി ഇങ്ങനെ വന്ന് അവസാനം വരുമ്പോൾ ഇതുപോലുള്ള സാധനം കൂടി എഴുതി വെക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, രാവിലെ വൈകിട്ട് വരെ വെള്ളം കോരി അവസാനം കലമടയ്ക്കുക എന്ന് പറയുന്നൊരു ഫീലാണ് വരിക. ഇത് ഭയങ്കര ഒരു പ്രോബ്ലമായി. അപ്പോൾ കുറേ ആളുകൾ ഇന്ന് ഹോമിയോപ്പതിയിലുള്ള ആളുകൾ ഇതുപോലുള്ള പലതിനും പോകാറുണ്ട്. അക്യുപങ്ചർ, പിന്നെ റേക്കി, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. എല്ലാം തരികിട സംഗതികളാണ്. ഈ പറയുന്ന സ്യൂഡോ സയൻസിൽ
അതിൻ്റെ അങ്ങേ അറ്റമാണ് ഇതൊക്കെ. അപ്പം ഞാനും ഇത് പഠിക്കാൻ പോയിട്ടുണ്ട്, ഈ മറ്റേ ചൈനീസ് മെഡിസിൻ എന്ന് വെച്ചാൽ ഈ അക്യുപങ്ക്ചർ, അത് പഠിക്കാൻ പോയി പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് ഇതിനേക്കാൾ വലിയ ഉടായ്പാണെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ അത് നിർത്തി പോകുന്നത്. അപ്പം നമ്മൾ നോക്കണം എന്താണ്, അതർ വഴി നോക്കുകയാണ്. ലെസ് കോസ്റ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു മാറാനുള്ള വഴികൾ പലതും അന്വേഷിച്ച് അങ്ങനെയാണ് ഇതിൽ പോയത്. ആ പോയ കൂട്ടത്തിലാണ് നമുക്ക് ഈ ന്യൂട്രീഷനിലേക്ക് എത്താൻ പറ്റിയത്. ന്യൂട്രീഷനിലുള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കള്ളനാണയങ്ങളുള്ളൊരു ഫീൽഡാണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ഞാൻ കള്ളനല്ല എന്ന് പറയുന്നൊരു വലിയ ഒരു തൊഴിലായി മാറുന്ന അവസ്ഥയായിരുന്നു. മീൻസ് ഞാൻ പറയണത് സത്യമാണ്, ഞാൻ മാത്രമേ സത്യം പറയുള്ളൂ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. കാരണം നമ്മൾ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും ഇത് പറയുന്ന ആളുകൾ. അന്നൊക്കെ വടക്കഞ്ചേരി, മോഹനം വൈദ്യരി ഇതുപോലുള്ള ആളുകളും കൂടിയാണ് ഇതിനകത്തുള്ളത്, ഈ നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സായിട്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്ത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവരും പറയുന്നത് അവർ ന്യൂട്രീഷനാണ്. പിന്നെ ചില ഡോക്ടേഴ്സ് ഉണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള കുറേ ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ നമ്മളും അവരിൽപ്പെട്ട ഒരാളായിട്ടാണ് പെട്ടെന്ന് വരിക. അപ്പോൾ നമ്മളിതിനകത്ത് ജെന്യുവിനായിട്ടുള്ള കാര്യം പറയുന്നു എന്ന് വരുമ്പോഴും ഇത് ഫലിപ്പിക്കൽ എളുപ്പമല്ലാതെ. അങ്ങനെയാണ് പിന്നെ ഞാനത് നിർത്തിയത്. പിന്നെ ഏറ്റവും കൂടുതൽ ന്യൂട്രീഷനിസ്റ്റുകളുള്ള ജിമ്മിലാണ്. ഏത് ജിമ്മിൽ പോയാലും അതിനകത്തുള്ള ട്രെയിനർ ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ന്യൂട്രീഷനിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ ഏത് ജിമ്മിലാണെന്നാണ് ചോദിക്കുക. ഇതായി അവസ്ഥ. അപ്പം പിന്നെ മനസ്സിലായി ഇത് വലിയ പാടാണ്. അങ്ങനെയാണ് പിന്നെ പിന്നെ MBBS കാര്യങ്ങൾ നോക്കണമെന്ന് അതിന് ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഈ ഫൈനാൻഷ്യൽ സംഭവങ്ങളായിരുന്നു. നമുക്കത് വീട്ടിൽ നിന്ന് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് പോയില്ല. പിന്നെ നമ്മളുടെ നാട്ടിലെ ഈ ഒരു മെഡിക്കൽ കൾച്ചർ നമുക്ക് മൊത്തത്തിലൊരു ഫെയിലിയറായിട്ടാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതിലെ പോളിസികളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിനൊക്കെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയും അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി നല്ലൊരു ഡോക്ടർ ആവുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നല്ലൊരു പോളിസി മേക്കർ ആവുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അത് കാരണം നമ്മളിപ്പോൾ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നല്ല ഡോക്ടർ ആവുക എന്നുള്ളതിനേക്കാളുപരി ഇങ്ങനെയുള്ള റിസർച്ച് അതുപോലെ ഒരു പോളിസി മേക്കിങ്ങിലേക്ക് നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, അതാണ് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം. പിന്നെ അതേപോലെ തന്നെയാണെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞോ ഈ ഹോമിയോപ്പതി ഈ പ്രോപ്പറായിട്ടൊരു മെഡിക്കൽ സ്ട്രീമായിട്ടും ഒന്നും കാണുന്നില്ല. അപ്പോൾ ഹോമിയോപ്പതിയിലൊരു ഡോക്ടർ സ്ട്രീം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്ട്രീം എന്നുള്ള രീതിയിൽ ആ ഡിഗ്രീനെ സാറ് എങ്ങനെയാണ് കാണുന്നത്? ഡിഗ്രി ഒരു റിയാലിറ്റിയാണ്, അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ഇവിടെ യൂണിവേഴ്സിറ്റീസ് തരുന്ന ഒരു സംഗതി. നിങ്ങൾക്ക് LKG ഡിഗ്രി കിട്ടുന്ന പോലെ ഒരു ഡിഗ്രി, അത്രേ ഉള്ളൂ. ഒരു പേപ്പർ വാല്യൂ ഉണ്ട്. നിങ്ങളൊരു 4.5 വർഷം 5.5 വർഷം പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ആ ഒരു വാല്യൂൻ്റെ പുറത്താണ് ഇന്ന് നമ്മളെ ആളുകൾ ഡോക്ടർ എന്ന് വിളിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തത്. അവർ വിളിക്കുകയും ചെയ്യും. നമുക്കതിനോട് യോജിപ്പൊന്നുമില്ല, അങ്ങനെ ഒരു ഇത് വേണമെന്ന് നമ്മൾ പറയാമല്ലോ. പക്ഷേ അവരതാണ് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഡിഗ്രി എടുത്ത് കളയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ LKG നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? അത് പഠിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ പഠിച്ചതിനകത്ത് പ്രശ്നം വേറെയാണ്. അതിൽ തെറ്റ് പഠിച്ചു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം ഈ BHMSലേക്ക് വരുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് വരുത്തി കാണിക്കുന്നത്. അപ്പോൾ അതൊരു വിഷയമാണ്. ഏതായാലും ഇനിയെങ്കിലും കുട്ടികൾ ഇതൊരു സാധനമാണെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വരരുതെന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ചത് ഒരു രാജമാണിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ആയതെന്താണ്? രാജമാണിക്കായി, പക്ഷെ അത് സുരാജ് വെഞ്ഞാറും കൂടെ ആയിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ ഉദ്ദേശിച്ചത് മമ്മൂട്ടി ആവുന്ന ആ ഒരു രാജമാണിക്കാണ് ഉദ്ദേശിച്ചത്. ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു മിമിക്രിയാണ് ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു മിമിക്രി എന്ന് പറയുന്നത് അതാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വിചാരിക്കും ഇത് രാജമാണിക്കാണെന്ന്. വായ തുറന്നാൽ പോയി എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ കയ്യിലുള്ള നിങ്ങളെ യുദ്ധത്തിന് പറഞ്ഞു വിടുന്നത് സജ്ജരാക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് യുദ്ധമുഖത്തേക്ക് നമ്മളെ പറഞ്ഞു വിടുന്ന അമ്പും വില്ലും തന്നിട്ടാണ്. വേണ്ടത് എന്താണ്? വേണ്ടത് ബീരങ്കിയും പടക്കോപ്പും അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പച്ചമരുന്നൊക്കെ ആയിട്ട് ഈ കോവിഡിന് മുന്നിലേക്ക് പോയിട്ട് എന്താ കാര്യമുള്ളത്? അവിടെ വേണ്ടത് വാക്സിൻ അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ആൻറ്റിബയോട്ടിക് വേണ്ടടുത്ത് നിങ്ങൾ തുള്ളിമരുന്നുമായിട്ട് പോയിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ നമ്മൾ എക്യുപ്ഡ് ആവുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് കെട്ടിലും മട്ടലും എല്ലാം ഒരു ഡോക്ടറുടെ എല്ലാ സാധനവും ഉണ്ട്. കാറിൽ എംബളം വരെ ഉണ്ടാവും. ഇന്ന് ഞാനത് ഉപയോഗിക്കാറുണ്ട്. അത് പോലീസുകാർ കൈ കാണിക്കണമെന്ന് കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അതിന് പറ്റിയ സാധനമാണത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലൊരു വിഷയം. മൊത്തത്തിലൊരു മിമിക്രി, ഒരു ഗ്രാൻഡ് ഇന്ത്യൻ മിമിക്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എല്ലാ തലത്തിലും ഒറിജിനൽ ഡോക്ടറാണെന്ന് തോന്നിപ്പിച്ച്
എല്ലാം കൊണ്ടും അതൊരു ഭയങ്കര ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണത് ആലോചിക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഹോമിയോപ്പതിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും അധികം എതിർപ്പും സയന്റിഫിക് ഇല്ലാഞ്ഞിട്ടും ഇത്രയും സപ്പോർട്ട് കിട്ടുന്നതിൻ്റെ റീസൺ എന്താണ് സാർ? സപ്പോർട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആളുകളുടെ സപ്പോർട്ടല്ലേ, അതുണ്ടാവും. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കള്ള് നിരോധിക്കാൻ നോക്കിയേ, സപ്പോർട്ട് ഉണ്ടാവും. ഈ വിഷയത്തെ നേരിടേണ്ടത് ജനാധിപത്യപരമായിട്ടല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ വിഷയമല്ല, ഇത് സയൻസിൻ്റെ പ്രശ്നമാണ്. സയൻസിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് എവിഡൻസ് വെച്ചിട്ടാണ്. അവിടെ അതിന് ഒരു നമ്മൾ പറയുക ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് തന്നെയാണ് നമ്മൾ അവിടെ സ്ഥാപിക്കേണ്ടത് സയൻസിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ. അവിടെ കുറേ ആളുകൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു സാധനം ശരിയാവുമോ സയൻസിൽ? ഇല്ലല്ലോ. അതപ്പോഴും ഒബ്ജക്റ്റീവായിട്ട് അത് ശരിയാകണം. അവിടെ ജനാധിപത്യം വേണ്ടത് വേറെ സ്ഥലത്താണ്, അത് ജനങ്ങളുടെ പൊതു പ്രശ്നങ്ങളിലാണ്. ഇതൊരു പൊതു പ്രശ്നമല്ല, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതായത് ആരോഗ്യം എന്ന് പറയുന്നതിനകത്ത് തെളിവുള്ള മരുന്നുകൾ അത് ആണോ അല്ലേ എന്ന് ചോദിക്കുന്നത് സ്പെസിഫിക് വിഷയമാണ്. തെളിവുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമാണ്, തെളിവില്ലാത്തതിന് അശാസ്ത്രീയം എന്ന് തന്നെ നമ്മൾ പറയണം. അതിനെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഈ അശാസ്ത്രീയമായതിനെ ശാസ്ത്രീയം എന്ന് വിളിക്കുന്നത് ശരിയാണോ? ഇവിടെ അതാണ് നടക്കുന്നത്. അവിടെയാണ് ഈ പോളിസി മേക്കിങ്ങിൽ തിരുത്തുവാണെന്ന് പറയുന്നത്. പോളിസി മേക്കിങ്ങിൽ എന്താ വേണ്ടത്? നിങ്ങൾക്ക് ശരിയായ സാധനം, അതായത് ഒരു യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ഉണ്ട് എന്നും അതുപോലെ അത് അഫോർഡബിൾ ആയിരിക്കണം എന്നും അത് സയൻറ്റിഫിക് ആയിരിക്കണം എന്നുള്ളതാണ് WHO പോലും പറയുന്നത്. ഇവിടെ ഇത് ഏതാണ് പാലിക്കപ്പെടുന്നത്? ഇവിടെ അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹോമിയോ ഉപയോഗിക്കുന്നു, ആയുർവേദം ഉപയോഗിക്കുന്നു, അതാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇത് അഫോർഡബിൾ ആണോ? അതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ആളുകൾ പറയുന്നത് ഹോമിയോ ഒക്കെ ചിലവ് കുറവാണെന്നാണ്. ഒരിക്കലുമല്ല. ഗവൺമെൻറ് ക്ലിനിക്കിലൊക്കെ പോയാൽ ചിലപ്പോൾ 10 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് മരുന്ന് കിട്ടുമായിരിക്കും. അതിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയാലും നിങ്ങൾക്ക് ചികിത്സ കുറവ് തന്നെയല്ലേ. ഒരു പ്രൈവറ്റ് ഒരു ഹോമിയോ ക്ലിനിക്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു അസുഖത്തിന് മരുന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മോഡേൺ മെഡിസിനിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള മരുന്നുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യും. അത് ഒരിക്കലും എക്സ്പെൻസീവ് മീൻസ് ചീപ്പല്ല എന്ന് മാത്രമല്ല, അത് എഫക്റ്റീവും അല്ല, ടോട്ടൽ മണി വേസ്റ്റാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു തൈറോയ്ഡ് കംപ്ലയിൻറ്റ്, അതിന് നിങ്ങൾക്ക് ഒരു 75 മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് ഡെയിലി രാവിലെ കഴിക്കണം. അതിൻ്റെ ഒരു 120 ടാബ്ലറ്റ്സിൻ്റെ ഒരു ബോട്ടിലിന് നിങ്ങൾക്ക് ഇപ്പോൾ 500 രൂപ ചിലവുണ്ടെന്ന് വിചാരിക്കാം. ഹോമിയോയിൽ നിങ്ങൾ ഒരു മാസം 120 ടാബ്ലറ്റ്സ് 500 രൂപ, ഓക്കെ. 120 ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരെണ്ണം വെച്ച് 120 ദിവസം നിങ്ങൾ കഴിക്കാം. ഹോമിയോയിൽ ഒരാഴ്ചത്തെ മരുന്നിന് നിങ്ങൾക്ക് മിനിമം 500 രൂപ, ഒരു മാസത്തെ മരുന്നിന് മിനിമം 500 രൂപ ചിലവാക്കേണ്ടി വരും. ഒരു മാസത്തേക്ക് 500 രൂപ. ഇനി ഇത് എത്ര നാൾ കഴിക്കണം? 120 ദിവസം ഇപ്പോൾ ഒരു ഡോസ് കഴിക്കുമ്പോൾ അപ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. ഇനി ഒരു 2 വർഷം കഴിച്ചെന്ന് വിചാരിച്ചോ, ഈ 75 കഴിക്കുന്ന ആൾക്ക് ചിലപ്പോൾ 75 മതിയാവും. ഈ ഹോമിയോ കഴിച്ച ആളുടെ അവസ്ഥ എന്തായിരിക്കും? 2 വർഷം കഴിയുമ്പോൾ അയാൾ മിക്കവാറും ഈ മോഡേൺ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും, ഇത് കൊളായിട്ട്. ആ കൊളാവുന്ന സമയത്ത് ഇത് 75 മതിയാവോ? 150 300 വേണ്ടി വരും. അപ്പോൾ സത്യത്തിൽ ആ ഗോൾഡൻ അവർ വേസ്റ്റാക്കി, ഇതിൻ്റെ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കി, അയാളുടെ അസുഖം കോംപ്ലിക്കേറ്റഡ് ആക്കി. അത്രയും നാൾ ഇത് താഴാതെ നിന്നതിൻ്റെ പേരിലുള്ള മറ്റ് ഓർഗൻ ഡാമേജസും മറ്റ് പ്രശ്നങ്ങൾ അത് വേറെ. ഇയാളെ കൂടുതൽ മോർബിഡ് ആക്കുകയാണ് ചെയ്തത്, രോഗാതുരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാമ്പത്തിക നഷ്ടം മാത്രമല്ല, ചീപ്പല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഹോമിയോ ചീപ്പാണെന്ന് പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇത് കൂടുതൽ നിങ്ങൾ മോർബിഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 വശം കൊണ്ട് നോക്കുമ്പോഴാണ് നമ്മളിത് ഡേഞ്ചറാന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചീപ്പാണെന്നൊക്കെ പറയുന്നത് ചീപ്പ് വാദങ്ങളാണെന്ന് ഞാൻ പറയുള്ളൂ. അത് പൂർണ്ണമായിട്ട് അസത്യമായിട്ടുള്ള കാര്യമാണത്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു ഇതേപോലത്തെ എന്താ പറയുക ബാക്കിയുള്ള കൺട്രീസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട്സും അതൊന്നുമില്ലാന്ന്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ ഈ രീതികൾ പ്രോപ്പറായിട്ടുള്ളതില്ലാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ട് ഗവൺമെൻറ്റും ഇതിന് ഈ രീതിയിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ഇവിടെ അങ്ങനത്തെ ഇതില്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ പോളിസി മേക്കിങ്ങിൽ ഒരു വലിയൊരു അപ്രോച്ചിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞത്. അത് ഈ ഹെൽത്ത് കെയറിൻ്റെ വിഷയം മാത്രമല്ല, പൊതുവേ നമ്മളെടുക്കുന്ന കുറേ അപ്രോച്ചസ് അങ്ങനെയാണ്. ഒരു ശരിയായ കാര്യം എടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പലതിലും നമുക്ക് കാണാൻ കഴിയാറില്ല. അവിടെ പല ആളുകളെയും പ്രീതിപ്പെടുത്തിയും മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ ഹെൽത്ത് കെയറിൽ നമുക്കിവിടെ വലിയൊരു തടസ്സം ഈ ആയുർവേദമാണ്. ആയുർവേദം ഒരു താപ്പാനയാണ് ഇവിടുത്തെ.
കാരണം അത് ഒരു ഇന്ത്യൻനെസ് അതിനകത്തുണ്ട്, ഒരു നമ്മളുടെ ഭാരതീയത എന്നൊക്കെ പറയുന്ന ഒരു സംഭവം കൾച്ചറുമായിട്ട് ബന്ധമൊക്കെ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളുടെ ചിന്ത മുഴുവൻ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കായിരിക്കും പോവുക. ഇത് കേരള ഗവൺമെൻറ്റിനും ബാധ്യതയുള്ള കാര്യമാണിത്. കേരളവും ഇതിന് മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ആയുർവേദ ആചാരവും അതുപോലുള്ള സാധനങ്ങളും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, അവരും ഇതിനെ തള്ളി പറയുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് ഇത് അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഈ ആയുർവേദത്തിനോടൊപ്പമാണ് ബാക്കിയുള്ളതിനെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, ഇപ്പോൾ അത് ആയുഷ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിനകത്ത് ആയുർവേദത്തിൽ ഒപ്പം യുനാനി, പിന്നെ യോഗ, എസ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി, പിന്നെ ഇപ്പോൾ ടിബറ്റൻ സാധനം വന്നിട്ടുണ്ട്, സുവാറിപ്പ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പല പല സാധനങ്ങൾ ഇതിനകത്തേക്ക് കയറ്റി ഇതൊരു വലിയൊരു ചരക്ക് വണ്ടിയായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിനെ തള്ളുമ്പോൾ ആയുർവേദത്തിനെയും തള്ളണം. ആയുർവേദത്തിനെ തള്ളാൻ കഴിയില്ല. ആയുർവേദത്തിന് ഒരു വലിയൊരു ടൂറിസം ഒരു സ്കോപ്പ് അവിടെ കിടപ്പുണ്ട്, ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ. അതൊക്കെ നമ്മൾ ഓക്കെ എന്ന് പറയുന്ന സാധനം, അതെന്ത് വേണം ചെയ്ത് അകത്തേക്ക് മരുന്ന് കഴിക്കുകയും അസുഖങ്ങൾക്ക് ഗുണമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത് പ്രശ്നമാവുന്നത്. അവിടെയാണ് ഇതിൻ്റെ തടസ്സം. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു പ്യുവർലി സയൻറ്റിഫിക് മെഡിസിന് ഒരു അപ്രോച്ച് ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ പോളിസി മേക്കിങ്ങിൽ മാറണം.